ഹലോ അസ്സലാമലൈക്കും. അവ്വാജ് ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കി ഒരു ചിക്കൻ പച്ച മസാല കറി ഒരു ഫ്രൈ ആക്കിയിട്ട് ഒരു ചിക്കൻ മസാല കറി വെച്ചേക്കാണ് ഞാൻ. അപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു ചിക്കൻ, ഇതിപ്പോൾ നോക്കി ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഈ ചിക്കനെ ഒരു പച്ച മസാല, അതായത് നിങ്ങളെല്ലാവരും ആക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചെറിയതൊരു വ്യത്യസ്ത ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു ചട്ടി എടുക്കുക. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ്. ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യണം, ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. 1 സ്പൂണ് ഇഞ്ചി, 1 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റാണത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച്, അതായത് നമ്മൾ കറിക്കും മഞ്ഞൾപ്പൊടി ഇടലുണ്ട്. ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്ര ഉപ്പ് ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് മൂടി വെക്കും. ഒരു വലിയ ജാർ എടുക്കുക. ചെറിയ ജാറാകുമ്പോൾ നമുക്കിത് മസാല എല്ലാം കൂടി കൊള്ളൂല. അപ്പോൾ വലിയ ജാർ എടുക്കുക. 1 പിടി മല്ലിച്ചപ്പ്, കുറച്ച് അതിൻ്റെ ഒരു പകുതി പുതിന ചപ്പ്, പിന്നെ ഒരു 10 പച്ചമുളക്, 10 വേണം കാരണം 1.5 കിലോ കോഴിയുണ്ട്. ഒരു 2-3 ഇല്ലി കരിവേപ്പില ഇതിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3 വലിയ ഉള്ളി മുറിച്ച് വെച്ചതാണ് ഞാൻ, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ ജാർ തന്നെ വേണം. ഈ ചെറിയ ജാറിൽ ഇതിപ്പോൾ ഇതെല്ലാം കൊള്ളൂല നമുക്ക് അരച്ചെടുക്കാൻ, ഇത് വലിയ തന്നെ വേണം. തക്കാളി ഈ തക്കാളി 3, അതും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇഞ്ചിൻ്റെ 1 സ്പൂൺ, അതായത് നേരത്തെ ഫ്രൈ ചെയ്യാനുള്ള കോഴിക്ക് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. ഒരു 3/4 സ്പൂണ് ഇഞ്ചി, 1 സ്പൂൺ നിറച്ചും വെള്ളുള്ളി വേണം. വെള്ളുള്ളിയൊക്കെ നല്ലതാണ്. ഈ വെള്ളുള്ളി എല്ലാവർക്കും നല്ലതാണല്ലോ. വെള്ളുള്ളി ഇട്ട് കൊടുക്കണം, നല്ലതാണത്. പിന്നെ അതിലേക്കുള്ള ഒരു 3 സ്പൂണ് മല്ലിയും പിന്നെ ചെറിയ ജീരകം. ഞാൻ ഒരു പെരിഞ്ജീരകമല്ല എടുത്തത്, ചെറിയ ജീരകമാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വറുത്ത് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് ഈ പൊടി. ഞാനെല്ലാം ഇങ്ങനെ വറുത്ത് പൊടിക്കുകയാണത്. ഞാൻ പൊടി യൂസ് ആക്കലില്ല, എല്ലാം ഞാൻ വറുത്ത് പൊടിച്ചോളാണ്. എന്നിട്ട് കുരുമുളക് പൊടി 1 സ്പൂൺ, വലിയ സ്പൂൺ 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ. അപ്പോൾ കുരുമുളക് നമുക്ക് ആവശ്യത്തിന് ഇടാം. ഇത്രയും കൂടി ഞാനിപ്പോൾ നൈസായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. മല്ലിയും ചെറിയ ജീരകവും പിന്നെ കുരുമുളകും ഗരം മസാല പൊടിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്, മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിതൊരു ചട്ടി എടുത്തിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട് ചട്ടി. അപ്പോൾ അതിലേക്ക് എൻ്റെ കോഴി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, നേരത്തെ പരട്ടി വെച്ച കോഴി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ലിറ്റർ എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 ലിറ്റർ മതി, കുറേ എണ്ണ വേണമെന്നില്ല ഇതിലേക്ക്. ചൂടാട്ടെ. ഈ ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഈ ഒരു ചട്ടി ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതും അതേപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണിത്, ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്ര വേണം അത്ര ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു 50 ഗ്രാമാണ് എൻ്റെ മസാല മൂക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ നമുക്ക് എത്ര വേണം അത്ര ഒഴിക്കാം. ഇപ്പോൾ എൻ്റെ മസാല ഈ മസാല ഈ പരുവത്തിൽ അറിഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം മല്ലിച്ചപ്പും പിന്നെ മല്ലിയിലയും പുതിന പിന്നെ ഇത് ഉള്ളിയെല്ലാം ആകുമ്പോൾ ഇത് വെള്ളം ഒഴിക്കോളം അരക്കും. അപ്പോൾ ഇത് ഇതേപോലെ ഈ രീതിയിൽ ഞാൻ അരച്ചിട്ടുണ്ട്. അതിപ്പോൾ എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വലിയ ജാർ തന്നെ വേണം ഇതിന്, കാരണം ഇതെല്ലാം കൂടി അരക്കാൻ ചെറിയ ജാറിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ വലിയ ജാർ തന്നെ എടുക്കണം. എന്നിട്ടിപ്പോൾ ഇതിന് നല്ല ഒരു ഫ്രൈ ആവണം. അപ്പോൾ ഈ എണ്ണ എല്ലാം തെളിഞ്ഞിട്ട് നല്ലൊരു മണം വരും മസാലക്കുള്ള. എല്ലാ മസാലയും ഉണ്ടല്ലോ ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഇത് നല്ലൊരു മണം വേണം. അപ്പോഴാണ് നമ്മൾ കോഴി ഇട്ട് കൊടുക്കുക. ഈ ഫ്രൈ ആക്കി വെച്ച കോഴി അപ്പോഴാണ് ഈ മസാല നല്ല വെന്ത പിന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, അതായത് നമ്മളെ കോഴിക്ക് ഉപ്പുണ്ട്, ഉപ്പ് കരട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് ഇടാം, 1-1.25 സ്പൂണോ, പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇട്ടോളാം. അത് വേണ്ടെങ്കിൽ ഇതേപോലെ ആകുമ്പോൾ ഇപ്പോൾ ഇത് നല്ല ഒന്ന് മൂക്കണം. ഇത് നല്ല ഒന്ന് അടിച്ചിട്ട് വെക്കുക. ഇപ്പോൾ ഈ മൂടെടുത്ത് ഞാനിവിടെ അടച്ച് വെക്കുകയാണിത്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഇങ്ങനെ മസാല മുക്കണം. ത്തേക്ക് നമ്മുടെ ഈ കോഴിക്ക് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ പരക്കി വെച്ചിട്ട് അതിങ്ങനെ ഓരോന്നിട്ട് കൊടുക്കാം. കുറച്ച് ചെറുതായിട്ട് എടുക്കണം. ഇത് ഞാൻ കുറച്ച് വലുത് തന്നെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കാണാത്ത അതെങ്കിലും പുതിയതായിട്ട് നിങ്ങളെ ചങ്ങായിമാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കാണാം.
ഇപ്പോൾ ഈ പരിവായിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് എണ്ണ പോകാൻ വേണ്ടിയിട്ട് കോരിയിട്ട് ഞാനിങ്ങനെ സൈഡിൽ വെക്കുകയാണ് ചെയ്തത്. ഇത് നല്ലൊരു മണം. അത് കാരണം ഈ കോഴി ഇതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല മണം. ഇതിന് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇത് പൊടിഞ്ഞ് പോവാതിരിക്കാനുമായി. പിന്നെ ചില ആൾക്കെല്ലാം ഒരു കോഴിൻ്റെ മണം പിടിക്കില്ല, പച്ച മണം പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ നല്ല ഒരു സ്മെല്ലുണ്ടാവും. എൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. കണ്ട ഇങ്ങനെ ആയിട്ടുണ്ട്. കണ്ട ഇപ്പോൾ ഇതിൻ്റെ കളർ മാറിയത് കണ്ടോ. ഇത് നല്ല എണ്ണയിൽ മൂട്ടിട്ടാണ് ഈ കളർ വന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കണം. അപ്പോൾ നമുക്ക് ചോറിനുള്ള കറിയല്ലേ, കുറച്ച് വെള്ളം വേണം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കോഴി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് എങ്ങനെ വേവ് വേണം അതിനനുസരിച്ചിട്ട് വേവാൻ വിടുക. എല്ലാം ഒന്ന് ഉപ്പ് നോക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പക്ഷേ എനിക്കിപ്പോൾ ഉപ്പ് ഞാനിപ്പോൾ നോക്കുന്നില്ല, കാരണം ഇതെല്ലാം നോക്കിയിട്ട് ഉപ്പുണ്ട് ഇതിലെല്ലാം. അതുകൊണ്ട് ഇനി നിങ്ങൾക്കെല്ലാം ഉപ്പ് വേണമെങ്കിൽ നോക്കി ഇനി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളെ കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കാം ഞാൻ. കണ്ട ഇത് കറി കഷ്ണമൊന്നും പൊടിഞ്ഞിട്ടില്ല. കണ്ട എങ്ങനത്തെ കറി നോക്കി കണ്ട. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ വെള്ളം വേണം. ഇപ്പം നോക്കി എൻ്റെ കറി ഇന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളി. ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്ത് കൊടുക്കണോ, ബെല്ലമർത്തണോ, സബ്സ്ക്രൈബ് ചെയ്യണോ. മക്കളെല്ലാവർക്കും ഇവിടെ കണ്ട ഇങ്ങനത്തെ കറി നോക്കി നല്ല അടിപൊളി. എല്ലാവരും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ. അസ്സലാമു അലൈക്കും.